ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 2024 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: എല്ലാ സ്കൂൾ അധ്യാപകർക്കും നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. എല്ലാ സ്കൂൾ അധ്യാപകർക്കും നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. 2024 ലോക കേരള സഭയ്ക്ക് വേദിയാകുന്ന ജില്ലയാണ് തിരുവനന്തപുരം. 2024 ലോക കേരള സഭയ്ക്ക് വേദിയാകുന്ന ജില്ലയാണ് ഏത്? തിരുവനന്തപുരം. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? ബ്ലസ്സി. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയത് ബ്ലസ്സി. അപ്പോൾ ബ്ലസ്സിയുടെ പുസ്തകമാണ് ഏത്? കാഴ്ചയുടെ തന്മാത്രകൾ. അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം. അപ്പോൾ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം. ഇന്ത്യൻ റോക്കറ്റിൻ്റെ ശില്പികൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? VP ബാലഗംഗാധരൻ. ഇന്ത്യൻ റോക്കറ്റിൻ്റെ ശില്പികൾ എന്ന പുസ്തകം എഴുതിയത് VP ബാലഗംഗാധരൻ. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം. എല്ലാ സ്കൂൾ അധ്യാപകർക്കും നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരളം. 2024 ലോക കേരള സഭയ്ക്ക് വേദിയാകുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? ബ്ലസ്സി. അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം. ഇന്ത്യൻ റോക്കറ്റിൻ്റെ ശില്പികൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? VP ബാലഗംഗാധരൻ. ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഇത് ഓർത്തു വയ്ക്കാനായിട്ട് ചെറിയൊരു കോഡൂടെ പറയാം. നമ്മൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 2 കൈയിലും വിലങ്ങ് വയ്ക്കൂലേ? അപ്പോൾ ഈ 2 കൈയിലൂടെ എത്ര വിരലുകളുണ്ട്? 10. അപ്പോൾ അങ്ങനെ 10 കണക്ട് ചെയ്തുകൂടി. ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? ഖത്തർ. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? ഖത്തർ. 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL കിരീടം നേടിയതാരാണ്? മുംബൈ സിറ്റി. 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീമാണ് മുംബൈ സിറ്റി. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ്? റഫീഖ് അഹമ്മദ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ്? റഫീഖ് അഹമ്മദ്. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ ഇബു EL. അപ്പോൾ ഇബു ഇന്തോനേഷ്യ അങ്ങനെ കണക്ട് ചെയ്തോടി. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? ഖത്തർ. 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയതാരാണ്? മുംബൈ സിറ്റി. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ്? റഫീഖ് അഹമ്മദ്. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ലോറൻസ് വോങ്. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ലോറൻസ് വോങ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് നെതർലാൻഡ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് നെതർലാൻഡ്. ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ആഗ്? ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. ലോകത്തിൽ ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതായിരിക്കും? ജപ്പാൻ. ലോകത്തിൽ ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യമാണ് ജപ്പാൻ. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് റിമാൽ. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് ഏത്? റിമാൽ. ഈ റിമാൽ എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? അത് വെച്ച് നമുക്ക് ഈ വെച്ച് കണക്ട്. റിമാൽ ഒമാൻ പറയുമ്പോൾ ഒരുപോലെയല്ലേ? റിമാൽ ഒമാൻ. അപ്പോൾ പേര് നിർദ്ദേശിച്ച രാജ്യമാണ് ഒമാൻ. റിമാൽ എന്ന വാക്കിന് അർത്ഥം എന്താണ്? മണൽ. റിമാൽ എന്ന വാക്കിന് അർത്ഥം എന്താണ്? മണൽ. അപ്പോൾ 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് ഏത്? റിമാൽ. റിമാൽ എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ഒമാൻ. അവിടെ തന്നെ റിമാൽ എന്ന വാക്കിന് അർത്ഥം എന്താണ്? മണൽ. അപ്പോൾ നമ്മുടെ സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ആര്? ലോറൻസ് വോങ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് നെതർലാൻഡ്. ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. ലോകത്തിലാദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യമാണ് ജപ്പാൻ. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് ഏത്? റിമാൽ. പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ഒമാനും. റിമാൽ എന്ന വാക്കിന് അർത്ഥം എന്താണ്? മണൽ. ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനാണ്
ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യമാണ് ഏത്? ഇറാൻ. ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യമാണ് ഇറാൻ. സ്കൂൾ ഓൺ വീൽസ് എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. സ്കൂൾ ഓൺ വീൽസ് എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ലയാണ് കാസർഗോഡ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ലയാണ് ഏത്? കാസർഗോഡ്. 2024 IPL ക്രിക്കറ്റ് ജേതാക്കളാരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. 2024 IPL ക്രിക്കറ്റ് ജേതാക്കളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? നേർവഴി. അപ്പം ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യം ഏതാണ്? ഇറാൻ. സ്കൂൾ ഓൺ വീൽസ് എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല ഏതാണ്? കാസർഗോഡ്. 2024 IPL ക്രിക്കറ്റ് ജേതാക്കളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. 2024 വേൾഡ് പാരാ അത്ലറ്റിക് മീറ്റിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ചൈന. 2024 വേൾഡ് പാരാ അത്ലറ്റിക് മീറ്റിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയുടെ സ്ഥാനം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 6ാം സ്ഥാനമാണ്. അപ്പോൾ 2024 വേൾഡ് പാരാ അത്ലറ്റിക് മീറ്റിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈനയും. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 6ാം സ്ഥാനം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ചിലി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചിലി. അപ്പോൾ ഏറ്റവും ഉയരത്തിലിരുന്ന് അവരിങ്ങനെ ചലച്ചിരിക്കുന്ന ആലോചിച്ചാൽ മതിയെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചിലി. റിസർവ് ബാങ്കിൻ്റെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് പ്രവാഹ്. റിസർവ് ബാങ്കിൻ്റെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലിൻ്റെ പേരാണെന്ത്? പ്രവാഹ്. IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് ആര്? വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമെന്നാണ്? മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമെന്നാണ്? മെയ് 22. അപ്പോൾ നമ്മുടെ 2024 വേൾഡ് പാരാ അത്ലറ്റിക് മീറ്റിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 6. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ചിലി. റിസർവ് ബാങ്കിൻ്റെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് പ്രവാഹ്. IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമെന്നാണ്? മെയ് 22. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലുള്ള ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.